ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു നൈറ്റിയുടെ വീഡിയോ ആണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളതും എന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്നതുമായ ഒരു നൈറ്റിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ധാരാളം നൈറ്റിയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് കട്ടിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ നൈറ്റി പീസായിട്ട് വാങ്ങിയതാണിത്. 3 മീറ്റർ ക്ലോത്താണ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാ നൈറ്റിയുടെ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ തന്നെ ആദ്യം ലെങ്ത് വൈസും പിന്നീട് വിഡ്ത്ത് വൈസും ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. അതുപോലെ തന്നെ മറു സൈഡിൽ 4 പീസായിട്ട് വരും. അപ്പോൾ താഴെ നിന്നും എനിക്ക് വേണ്ട ഇതിൻ്റെ 3 മീറ്ററും വേണം എന്നുള്ളവർ ഇത് ഫുള്ളായിട്ട് എടുക്കുക. അപ്പോൾ കുറച്ച് ഇറക്കം മതി എന്നുള്ളവർ അതനുസരിച്ച് കട്ട് ചെയ്ത് താഴെയോ മുകളിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. എനിക്കിവിടെ വേണ്ട നീളം 53 ഇഞ്ചാണ്. ഞാനിവിടെ താഴെ നിന്നും 53 ഇഞ്ച് അളന്ന് മുകളിലേക്കാണ് അളക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഉള്ള ക്ലോത്താണ്. അപ്പോൾ അത് മുകളിൽ വേണം എന്നുള്ളവർക്ക് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ മുകളിൽ എടുക്കുന്നതും താഴെ എടുക്കുന്നതും ഒക്കെ തന്നെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നീളം കൂടുതലുണ്ട്, അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ക്ലോത്ത് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിൽ, അതായത് ഓപ്പൺ ആയ പോർഷനിൽ കണ്ടോ, ഈ ഭാഗത്ത് ആണ് നമ്മൾ ആദ്യം മെഷർമെൻറ്റ് എടുക്കുന്നത്. നോർമലി നമ്മൾ കഴുത്തിൻ്റെ മെഷർമെൻറ്റ് തൊട്ടാണ് ഇങ്ങോട്ട് എടുത്ത് വരുന്നത്. ഇതിന് നേരെ റിവേഴ്സാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ഈ പോർഷനിൽ നിന്നും, ഈ ഓപ്പൺ ആയ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നു. 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളാണേ. അപ്പം താഴേക്ക് 7.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ആം ഹോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ, അതായത് 32 ഇഞ്ചൊക്കെ ചെസ്റ്റ് അളവ് വരുന്നവരാണെങ്കിൽ ഈ 4 എന്നുള്ളത് ഒരു 2, 2.5, 3 ആ ഒരു അളവിൽ മതിയാവും. വണ്ണം കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു റൗണ്ട് നെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ണം കൂടുന്നതനുസരിച്ചാണ് ഇവിടുത്തെ വിഡ്ത്ത് കൂട്ടിയെടുക്കേണ്ടത്. 2.5 തൊട്ട് ഇങ്ങോട്ടേക്ക് നമ്മുടെ വണ്ണം അനുസരിച്ച് 1/2 ഇഞ്ച് വീതം കൂട്ടിയെടുക്കുക. ആം ഹോൾ നിങ്ങൾ എടുക്കുന്നതനുസരിച്ച്, നിങ്ങൾ ചുരിദാറിനും നൈറ്റിക്കും ഒക്കെ എടുക്കുന്ന അത് എത്രയാണെന്ന് വെച്ചാൽ അത്രയും തന്നെ എടുക്കുക. ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും ഈ എൻഡിൽ നിന്ന് തന്നെ, ഈ ഓപ്പണായ എൻഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഞാനൊരു 7.5 ഇഞ്ച് കണ്ടോ മാർക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ തിരിച്ച് നേരെ കഴുത്തിൻ്റെ അകലം ഷോൾഡർ മാർക്ക് ചെയ്ത് പോകത്തില്ലേ ഈ ഭാഗത്ത് നിന്നും ചുരിദാറിനൊക്കെ, അതിൻ്റെ നേരെ റിവേഴ്സ് ഇവിടെ ഇങ്ങനെ ആം ഹോൾ ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ ഇങ്ങോട്ടേക്ക് ആ ഷോൾഡർ ഭാഗം, ആം ഹോളിൻ്റെ പോർഷനാണ് ഞാനിവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇപ്പോൾ ഷോൾഡർ പോയിന്റ് ഇത് കൂടുതൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് ഇവിടെ വീതി കൂട്ടിക്കോണം കേട്ടോ. എന്നിട്ട് ഈ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം, നിങ്ങൾക്ക് എത്രയാണോ കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത് അത്രയും മാർക്ക് ചെയ്യുക. ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6, 6.5 എടുക്കുന്നവർ അതനുസരിച്ച് മാർക്ക് ചെയ്തോളുക കേട്ടോ. നിങ്ങൾക്ക് വരയ്ക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇതിനു മുമ്പ് ചെയ്തതൊക്കെ വരയ്ക്കുന്നത് കാണുന്നില്ല എന്ന് പറഞ്ഞു കമൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ പ്രാവശ്യം വരയ്ക്കുന്നത്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 5.5 ഇഞ്ച് തന്നെ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്യുന്നു. കഴുത്തിൻ്റെ ഇറക്കമാണിത്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കഴുത്തിൻ്റെ ഈ ബോക്സും ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇവിടം റൗണ്ടായിട്ട് വരയ്ക്കുക. ആം ഹോൾ കർവ് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 ഇഞ്ച്, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെയും അതുപോലെ തന്നെ ഈ കൈയുടെ പോർഷനും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തില്ല, ഈ ക്ലോത്തിൽ നിന്നും ഒരു 1.5 ഇഞ്ച് വീതിയിൽ, 1.5 ഇഞ്ച് വീതിയിൽ ഇതേപോലെ 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു എണ്ണം കൂടി കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആ നെക്കിൻ്റെ പോർഷനിൽ പടി പോലെ വെച്ച് തയ്ക്കുന്നതിനാണ് കാണിച്ചു തരുന്നത്. ഇതുപോലെ നമ്മൾ വിടർത്തി ഇടുമ്പോൾ കണ്ടോ, ഫ്രണ്ടിലും ബാക്കിലുമായിട്ടുള്ള 2 പീസാണിത്. ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പീസ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ പടി പോലെ വെച്ച് തയ്ക്കുന്നതിനാണ് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പീസ് ഇങ്ങനെ വെക്കണം, പിന്നെ ഇങ്ങനെയും ഇവിടെ ഒരു പീസ് വരും, അതുപോലെ തന്നെ ഇവിടെ ഒരു പീസ് വരും. ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലത്തേക്കുമുള്ള പടിയാണ് കട്ട് ചെയ്തെടുത്തത്. ഇത് ബാലൻസ് വന്ന ക്ലോത്തിൽ നിന്ന് സ്ലീവിന് കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന തുണിയാണ്. അപ്പം സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ എല്ലാത്തിലും ധാരാളം ഇട്ടിട്ടുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ മാത്രമായതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വളരെ ഫാസ്റ്റായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. സ്ലീവിന് എനിക്ക് ഇവിടെ വേണ്ട ഇറക്കം 8 ഇഞ്ചാണ്. അപ്പം ഇവിടെ നിന്നും ഒരു 3 ഇഞ്ച് താഴ്ത്തി നമുക്ക് ഷേപ്പ് ചെയ്ത്, അതുപോലെ തന്നെ താഴത്തെ വണ്ണം എനിക്കിവിടെ വേണ്ടത് 6.5 ഇഞ്ചാണ്. സീം അലവൻസ് കൂടെ കൂട്ടി 7.5.
നമുക്കിവിടുന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെയും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിയും. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ശരിക്കും പറഞ്ഞാൽ കട്ടിങ് കഴിഞ്ഞു. വളരെ കുറച്ച് കട്ടിങ്ങുകൾ മാത്രമേ ഈ നൈറ്റിക്കുള്ളൂ. ഇനി നമുക്ക് ഈ പീസ് ഇതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടൊന്ന് ഇതുപോലെ വെച്ച് ഇങ്ങനെ ഇതിൻ്റെ നീളത്തിൽ ഉണ്ടോ, അതായത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതിവിടെ ഇങ്ങനെ വെക്കണം. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡർ വരെയുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും തയ്ച്ചെടുക്കാം. ഇങ്ങനെ വെച്ച് മറ സൈഡിൽ ഇങ്ങനെ ഒരു ഇതേ ഷേപ്പിൽ ഈ സ്ക്വയർ പോലെ ഇതും ഇതുപോലൊരു സ്ക്വയർ ആകത്തക്ക രീതിയിൽ ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഈ പീസ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ നെക്കിലേക്ക് വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം നമ്മളിങ്ങനെ നല്ല സൈഡുകൾ തമ്മിൽ ഒരുപോലെ വരത്തക്ക രീതിയിൽ ഈ എഡ്ജ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് ഇങ്ങനെ വെക്കുക. ഇതുപോലെ തന്നെ ഇവിടുത്തെ എഡ്ജും കറക്റ്റായിട്ടിരിക്കത്തക്ക രീതിയിൽ ഈ എഡ്ജിൽ കൂടി നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പം വേറൊരു പീസ് കൂടി ഉണ്ടല്ലോ ബാക്കിൽ, അപ്പം ആ പീസും ഇതേപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഈ സ്ക്വയർ പോർഷൻ വരുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് ഫുട്ട് ലിഫ്റ്റ് ചെയ്ത് ഇതുപോലെ തിരിച്ച് കൃത്യമായിട്ട് ആ സ്ക്വയർ ഷേപ്പ് തയ്ച്ചെടുക്കുക. ഇതുപോലെ മറ്റേ എൻഡിലും നമ്മളിത് ഈ ക്ലോത്ത് ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഈ വെച്ച് പിടിപ്പിച്ച പടി ആദ്യം ഈ ഭാഗം ഉണ്ടല്ലോ, ഈ എഡ്ജ് ഒന്ന് ഇങ്ങനെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക ഫുള്ളായിട്ട്. ഇതുപോലെ ഈ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് മടക്കി ഇങ്ങനെ തയ്ക്കുക. ഈ തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്തല്ല തയ്ക്കേണ്ടത്, സെപ്പറേറ്റ് അല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് മടക്കി തയ്ക്കേണ്ടത്. കാര്യം നമ്മൾ ഇങ്ങനെ തിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് മടക്കി തയ്ക്കുക. ഈ എഡ്ജ് നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് ഇതേ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വിടർത്തി വെക്കുക. ഈ തയ്ച്ച തയ്യൽ തുമ്പില്ലേ, ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ടേക്ക് വരത്തക്ക രീതിയിൽ പിടിച്ചു വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കണ്ടോ, ഇങ്ങോട്ടേക്കാണ് ഇരിക്കേണ്ടത്. ഈ പടിയുടെ നേരെ ഇരിക്കണം. അങ്ങനെ വെച്ചിട്ട് ഇവിടെ കൂടി ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്ത് പോവുക. കാര്യം നമുക്ക് ഇങ്ങനെ മടക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അതങ്ങ് ഉള്ളിലേക്ക് മടങ്ങിയിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ എഡ്ജിൽ കൂടി ഇങ്ങനെ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ സ്ക്വയറായിട്ട് തയ്ച്ചു പോവുക. ഇതുപോലെ ഇത് മടക്കിയും തയ്ച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മീതെ കൂടി കണ്ടോ ഇങ്ങനെയും കൂടി ഒരു സ്റ്റിച്ച് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇതുപോലെയുള്ള 2 സ്ട്രിങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഫുൾ ലെങ്തിലാണ്. ഒരെണ്ണം അങ്ങനെ 2 എണ്ണം, രണ്ടിനും ഇത്രയും നീളമുണ്ട്. കണ്ടോ, പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റ് ഞാൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഫുൾ ലെങ്തിലുള്ള 2 സ്ട്രിങ് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ സ്ട്രിങ് ഇവിടെ ഈ കോർണറിൽ, അതായത് നമ്മുടെ ഈ ചതുരം വരത്തില്ലേ, ഇവിടെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരുന്ന ആ കോർണറിലായിട്ട് ഇതിനെ ഇങ്ങനെയൊന്ന് ഇവിടെ വെച്ച് ഈ തയ്യലിൻ്റെ മീതെ കൂടെ തന്നെ ഇങ്ങനെയൊന്ന് തയ്ച്ച് പിടിപ്പിക്കുക. ഒരു 2-3 പ്രാവശ്യം സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ അടുത്ത സ്ട്രിങ് ഇതിൻ്റെ ഈ കോർണറിലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മീളിലേക്കാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 2-3 സ്റ്റിച്ച് കൊടുത്ത് തയ്ച്ചു പിടിപ്പിക്കുക. ഈ 2 സൈഡിലും സ്ട്രിങ് തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കഴുത്തിൻ്റെ. ഇനി നമുക്ക് ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ കഴുത്തിൻ്റെ ഈ ലെങ്തിൻ്റെ കൃത്യം സെൻറ്റർ ഭാഗം കാണുക. അതായത് ഇങ്ങനെ മടക്കിയാൽ മതി. നമുക്ക് ഇതുപോലെ ഇതിൻ്റെ കൃത്യം സെൻറ്റർ കാണുക. എന്നിട്ട് ഇവിടെ നമ്മളൊരു ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/4 ഇഞ്ച് എന്ന് പറഞ്ഞത്, താഴത്തേക്ക് ഒരു 3 ഇഞ്ച് ലെങ്ത് മതി. കഴുത്തിൽ വെച്ചിരിക്കുന്ന പടി ഉൾപ്പെടെ 3 ഇഞ്ച് താഴത്തേക്കും കൂടിയുള്ള ഗ്യാപ്പിൽ എടുക്കുക. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതായത് ഈ പടിയുടെ ഭാഗം ഇവിടെ നിന്നും ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് കൊടുക്കുക. നമുക്ക് ഈ സ്ട്രിങ് ഇതിനുള്ളിലൂടെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ഭാഗത്തും ഇവിടെ ഒന്ന് നന്നായിട്ട് ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇത് ഊരിപ്പോരുത്. ഇവിടെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ പടി തീരുന്ന ആ ഭാഗം വരെയും തയ്ക്കുക, ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നിർത്തുക. അതിനുശേഷം ഇവിടെയും കൂടെ ഇത്രയും ഭാഗം നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പായിട്ട് ഇടണം. അപ്പോൾ എന്നിട്ട് ഇവിടെയും കൂടി തയ്ക്കുക. ഈ നടുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത്രയും ഭാഗം താഴെയും മുകളിലുമായിട്ട് തയ്ച്ച് നിർത്തുക. ഇത് നമ്മളിവിടെ ഈ സ്റ്റിച്ച് ചെയ്തില്ലേ, ഈ പോർഷൻ ഈ സ്റ്റിച്ച് ചെയ്ത് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്യണം, കത്രി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയരുത്, ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം. കാര്യം നമുക്കിത് തിരിച്ച് ഒന്നുകൂടി മടക്കി വെച്ച് തയ്ക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള തുണി വേണം. ഇങ്ങനെ എൻഡ് വരെയും കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തു. നമ്മളിങ്ങനെ വിടർത്തി എടുക്കുമ്പോൾ കണ്ടോ, ഈ ഭാഗത്ത് മാത്രം നമ്മൾ ആ ഗ്യാപ്പ് കുറച്ച് ഭാഗത്ത് തയ്ക്കാതെ വിട്ടില്ലേ, ആ ഭാഗത്ത് ഗ്യാപ്പ് വരും. ഇതിങ്ങനെ ഈ കട്ട് ചെയ്ത ഈ പോർഷൻ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടി ഇങ്ങനെ
ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് അത്രയും ഭാഗം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കുത്തി നിർത്തുക. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ നന്നായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ഹോള് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ദേ ഈ സ്ട്രിങ് ഇവിടെ വെച്ച് തയ്ച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ സ്ട്രിങ് ഈ ഹോളിൽ കൂടി പുറത്തേക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡിലെ സ്ട്രിങ്ങും ഇതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ദേ മുൻവശത്ത് ഇതുപോലെ ഈ സ്ട്രിങ് പുറത്ത് വന്നു. ഇനി ഞാൻ ഈ സ്ട്രിങ്ങിൻ്റെ ദേ തുമ്പത്തായിട്ട് ഇതുപോലെ ഒരു ടാസിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. വേറൊരു കളറിലാണ് ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് സ്ട്രിങ്ങിൻ്റെയും തുമ്പത്ത് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ദേ നമ്മളിപ്പോൾ ഈ സ്ട്രിങ് ഇങ്ങനെ ഇതിനുള്ളിലൂടെ വലിച്ചെടുത്തു. ഇനി നമ്മളിത് ഈ തയ്ച്ച പടിയുണ്ടല്ലോ, ഇതിങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ, ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഷോൾഡർ പോർഷൻ തൊട്ട് ഇവിടം തൊട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഈ സ്ട്രിങ് ഉള്ളിലാക്കി ഇങ്ങനെ മടക്കി, സ്ട്രിങ് ഉള്ളിലാകത്തക്ക രീതിയിൽ മടക്കി വേണം ഇതിങ്ങനെ വെച്ച് തയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ സ്ട്രിങ്ങിൽ കൂടി തയ്യൽ വീഴുകയും ചെയ്യരുത്, ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ. സ്ട്രിങ് ഇങ്ങനെ ഉള്ളിലാക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് തയ്ക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് ഈ നെക്ക് മുഴുവനും ഇങ്ങനെ ഈ എൻഡ് വരെയും തയ്ച്ചെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് പോർഷനും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മളിത് ഈ പടിയും ഇതിനുള്ളിലാക്കി മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാനിതും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേ നമ്മളിതിങ്ങനെ നമുക്ക് ആവശ്യമുള്ള കഴുത്തിൻ്റെ ഈ വിഡ്ത്ത് അനുസരിച്ചെടുത്ത് ഇതിങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിങ്ങനെ ഭംഗിയായിട്ട് കെട്ടി വെക്കാം. അപ്പോൾ ഇവിടെ നല്ല ഞുറിവ് പോലെ വന്നിങ്ങനെ കിടക്കും. നോർമലി നമ്മളെടുക്കുന്ന 5 ഇഞ്ചായിരിക്കുമല്ലോ, 2.5 ഇഞ്ചാണ് ഞാനിവിടെ കഴുത്തകലം എടുത്തത്. അപ്പോൾ 5 ഇഞ്ച് വീതി വെച്ചിട്ട് നമുക്കിതിന് ചുരുക്ക് കൊടുക്കാം. ആവശ്യമുള്ള കഴുത്തകലം എടുത്ത് ഇതുപോലെ കെട്ടി നമുക്ക് ഭംഗിയാക്കി വെക്കാം. ഈ ബാക്ക് പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അതല്ല ഇതുപോലെ സ്ട്രിങ് വേണ്ട എന്നുള്ളവർക്ക് ഇത് നമുക്ക് എപ്പോഴും ഊരേണ്ട ആവശ്യം വരില്ല കേട്ടോ. കാര്യം കൃത്യമായ കഴുത്തകലം എടുത്ത് ഇതുപോലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലും ഇതുപോലെ കെട്ടാണെങ്കിലും ഭംഗി തന്നെയായിരിക്കും. അഥവാ അങ്ങനെ വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഈ ബാക്ക് പീസിൽ സ്ട്രിങ്ങിന് പകരം നമുക്ക് ഇലാസ്റ്റിക് ഇടാം. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ നമുക്ക് വേണ്ട കഴുത്തകലം 5 ഇഞ്ചാണെങ്കിൽ 5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്, 5 ആണെങ്കിൽ ഒരു 5.5 ഇഞ്ച് എടുക്കുക. തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 5.5 ഇഞ്ച് ഇലാസ്റ്റിക് എടുത്തിട്ട് ഈ സ്ട്രിങ്ങിന് പകരം ആ ഇലാസ്റ്റിക് ഇട്ടാൽ മതി. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെ ഷോൾഡർ ഭാഗം, ബാക്ക് പീസ് കൂടി തയ്ച്ചെടുത്തിട്ട് ഷോൾഡർ ഭാഗം അറ്റാച്ച് ചെയ്യുക. ഇവിടുത്തെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഈ സ്ലീവ്, ഞാനിവിടുത്തെ സ്ലീവ് വേറൊരു കളറും കൂടി വെച്ച് തയ്ച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ഇങ്ങനെയാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ലീവ് കൂടി ഇനി അറ്റാച്ച് ചെയ്യുക. സ്ലീവ് ഇതേ ഇങ്ങനെ സ്ലീവിൻ്റെ ഈ കൃത്യം സെൻറ്ററിലായിട്ട് ഞാനിവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നോച്ച് നമ്മൾ ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ഈ സെൻറ്റർ ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇവിടെ ഞാൻ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടാനും പറ്റിയ തരത്തിലുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ 2 സൈഡും ഈ ഭാഗം തൊട്ട് എൻഡ് വരെ കൂട്ടി തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. താഴത്തെ എൻഡ് വരെയും കൂട്ടി തയ്ക്കുക. സ്ലീവിൻ്റെ ഈ ഭാഗം തൊട്ട് സ്ലീവിൻ്റെ താഴത്തെ വണ്ണം ഒന്നുകൂടി ഒന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് തയ്ച്ച് താഴെ ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ എൻഡ് വരെയും തയ്ക്കുക. ഇതേപോലെ തന്നെ മറു സൈഡും തയ്ച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അടിഭാഗം ഇങ്ങനെ ഈ 2 സൈഡും തയ്ച്ചതിന് ശേഷം മാത്രമേ അടിഭാഗം മടക്കി തയ്ക്കാവൂ. അടിഭാഗത്തെ നീളം നോക്കിയിട്ട് മടക്കി തയ്ക്കുക. ഇതേപോലെ 2 ഫോൾഡ് കൊടുത്ത് അടിഭാഗവും മടക്കി തയ്ക്കുക. നൈറ്റിയുടെ ഇത് 2 സൈഡും തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ്. വലിയ കട്ടിംഗ് ഒന്നുമില്ല ഇതിന്. പ്രത്യേകിച്ചും ഈ ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു നൈറ്റി കൂടിയാണ്. നമുക്ക് ഇതേ മോഡലിൽ ടോപ്പുകളും തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്പുകളും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഭംഗിയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നൈറ്റിയാണ്. സ്റ്റിച്ച് ചെയ്യാനും വളരെ ഈസിയാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കട്ടിങ്ങുകളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.